ദൈവത്തിൻ്റെ പ്ലാനുകളെല്ലാം കൃത്യസമയത്ത് തന്നെ നിറവേറും. അവിടുത്തെ നിഘണ്ടുവിൽ യാദൃച്ഛികം എന്നൊന്നില്ല. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാർ അറിയിച്ചതുപോലെ കൃത്യമായി സംഭവിച്ചു. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കൃത്യമായി സംഭവിക്കും. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നാകുന്നു ക്രിസ്തു വെളിപ്പെടുത്തിയിരിക്കുന്നത്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നതും മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നതുമായ ദൈവപദ്ധതി അവർണ്ണനീയമാകുന്നു. ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാടുകളാകുന്നു ഈ ക്ലാസ്സുകളുടെ മാറ്റ് വർദ്ധിപ്പിക്കുന്നത്. യെശയ്യാപ്രവചനം 50-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 51-ാം അധ്യായത്തിൻ്റെ 23 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ കടന്നുപോയ പല അനുഭവങ്ങളെയും വിവരിക്കുന്ന ഭാഗങ്ങളാണ് യെശയ്യാപ്രവചനം 49-ഉം 50-ഉം അധ്യായങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ ചേർത്ത് നിർത്തിയത് എന്ന് ദൈവം ഇസ്രായേലിനോട് ചോദിക്കുന്ന ചോദ്യത്തോടെയാണ് 50-ാം അധ്യായം ആരംഭിക്കുന്നത്. യെശയ്യാപ്രവചനം 50-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം കാണുന്നത് 50-5 യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. തൻ്റെ ക്രൂശീകരണത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ വിധേയത്വത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള ഭാഗത്ത് ഒരു അടിമ യജമാനൻ എന്നേക്കും അടിമയായിരിക്കേണ്ടതിന് തൻ്റെ യജമാനൻ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കാത് തുളയ്ക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ സ്വതന്ത്രനായി പോകുകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ ഈ അടിമയെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ട് ചെന്ന് കതകിൻ്റെയോ കട്ടിളക്കാലിൻ്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് ഈ അടിമയുടെ കാത് കുത്തിത്തുളയ്ക്കണം. പിന്നെ ഈ പറഞ്ഞ അടിമ എന്നേക്കും യജമാനൻ്റെ ദാസനായിരിക്കണം. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് തന്നെ അതിനുശേഷം അവൻ കാതിലൊരു വളയം ധരിക്കണമായിരുന്നു. അവൻ ആജീവനാന്തം തൻ്റെ യജമാനന് ദാസൻ ആയിരിക്കുമെന്നത്രേ അത് സൂചിപ്പിക്കുന്നത്. അവൻ തൻ്റെ യജമാനന് എന്നേക്കും ദാസൻ ആയിരിക്കുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവൻ തൻ്റെ യജമാനനെ സ്നേഹിക്കുന്നു. യജമാനനെ വിട്ടുപോകാൻ അവന് മനസ്സില്ല. രണ്ടാമത്തേത് എന്താണെന്നോ, അവൻ ഒരു അടിമ പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അവൻ ഈ യജമാനനെ വിട്ടുപോയാൽ ആ പെൺകുട്ടി യജമാനൻ്റെ വീട്ടിൽ നിൽക്കും, അവൻ്റെ കൂടെ പോകില്ല. അവളെ പിരിഞ്ഞു പോകാൻ അവന് മനസ്സില്ല. എങ്ങനെയാണിത് യേശുക്രിസ്തുവിൽ ഒത്തുവരുന്നത് എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ആചാരത്തെ പരാമർശിച്ചുകൊണ്ട് സങ്കീർത്തനക്കാരൻ എഴുതി, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്ന്. എബ്രായ ലേഖനം 10-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇത് ഇപ്രകാരമാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചിട്ടില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സങ്കീർത്തനത്തിൽ ഇത് പറയുന്നത് നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്നത്രേ. എബ്രായ ലേഖനത്തിൽ പറയുന്നത് ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു എന്നത്രേ. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരികയും താൻ ക്രൂശിങ്കിലേക്ക് പോവുകയും ചെയ്തപ്പോൾ തൻ്റെ കാതുകൾ തുളയ്ക്കുകയോ കിഴിക്കുകയോ ചെയ്തിരുന്നില്ല. അവനൊരു ശരീരം നൽകപ്പെട്ടിരുന്നു. ആ ശരീരം ക്രൂശിന്മേൽ വെച്ച് ആണി അടിക്കപ്പെട്ടിരുന്നു. സ്വർഗത്തിലേക്ക് മടങ്ങുമ്പോൾ ആണിപ്പാടുകളുള്ള തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം അവനുണ്ടായിരുന്നു. തൻ്റെ ചെവി തുളയ്ക്കപ്പെടുന്നതിനേക്കാൾ അധികമായ എന്ത് അവൻ ചെയ്തു എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കും.
തൻ്റെ ശരീരം ക്രൂശിക്കപ്പെടുവാൻ അവൻ നൽകി. കാരണം അവൻ അത്രമാത്രം നമ്മെ സ്നേഹിച്ചു. നമ്മെ കൂടാതെ അവൻ സ്വർഗത്തിലേക്ക് മടങ്ങില്ല എന്നാണിത് കാണിക്കുന്നത്. ഞാൻ ഇനിയും 50-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കാം. നോക്കിക്കാട്ടെ. അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. യേശു ബന്ധിക്കപ്പെട്ടപ്പോൾ, അവനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ നിറവേറി. മത്തായിയും മർക്കോസും യോഹന്നാനും താൻ തുപ്പലേറ്റ് എന്ന് പറയുന്നു, താൻ ചാട്ടവാറടി ഏറ്റ് എന്ന് പറയുന്നുണ്ട്. തനിക്ക് മുഷ്ടി കൊണ്ട് ഇടിയേറ്റെന്നും പീഡനമേറ്റെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നാം ചിന്തിക്കുവാൻ ഇഷ്ടപ്പെടാത്ത, നാം മറികടന്നു പോകുവാൻ ആഗ്രഹിക്കാത്ത ഒന്നാണ് ഈ പറഞ്ഞതൊക്കെ. യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ, അവനെ ബന്ധിച്ചപ്പോൾ ഈ പറഞ്ഞതൊക്കെ അക്ഷരാർത്ഥത്തിൽ നിറവേറി. സുവിശേഷകർ മത്തായിയും മർക്കോസും യോഹന്നാനും അവൻ തുപ്പലേറ്റുവെന്നും ചാട്ടവാറടിയേറ്റുവെന്നും മുഷ്ടി കൊണ്ട് ഇടിയേറ്റെന്നും പീഡനമേറ്റെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നാം ചിന്തിക്കുവാൻ ഇഷ്ടപ്പെടാത്ത, നാം ഒരിക്കലും നേരിടുവാൻ ആഗ്രഹിക്കാത്ത ഒന്നാണ് ഈ പറഞ്ഞതൊക്കെ. എന്നാൽ ഇവ അക്ഷരാർത്ഥത്തിൽ കർത്താവിൻ്റെ ജീവിതത്തിൽ നിറവേറുകയായിരുന്നു. മനുഷ്യർ ദൈവപുത്രനിലെ ആശ്രയിക്കണമെന്ന് പരിശുദ്ധാത്മാവാം ദൈവം നിർദ്ദേശിക്കുന്നതാണ് അടുത്തത് നാം കാണുവാൻ പോകുന്നത്. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് 50-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ ദാസൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവനാർ. തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തൻ്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. ഇതൊരു അനുനയ വാക്കാണ്, അനുനയിപ്പിക്കുന്ന വാക്ക്. ദൈവത്തിൻ്റെ ദാസനിൽ ആശ്രയിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും വേണ്ടി പരിശുദ്ധാത്മാവ് ഒരു സ്വാന്തനത്തിൻ്റെയും യാചനയുടെയും വാക്ക് ഇവിടെ പറയുകയാണ്. ഇതിൽ നിന്നും തിരിഞ്ഞ് അവൻ ഇതാ ഒരു മുന്നറിയിപ്പിൻ്റെ വാക്കിനി നൽകുന്നു. 11-ാം വാക്യത്തിൽ, ഹാ തീ കത്തിച്ച് തീയമ്പുകൾ അരയ്ക്ക് കിട്ടുന്നവരെ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ തീയുടെ വെളിച്ചത്തിലും നിങ്ങൾ കൊളുത്തിയിരിക്കുന്ന തീയമ്പുകളുടെ ഇടയിലും നടപ്പീൻ. എൻ്റെ കയ്യാൽ ഇത് നിങ്ങൾക്ക് ഭവിക്കും. നിങ്ങൾ വ്യസനത്തോടെ കിടക്കേണ്ടി വരും. ആദ്യം അവൻ അവരോട് യാചിക്കുന്ന ഒരു സ്വരത്തിലായിരുന്നു, ഒരു സ്വാന്തന വാക്ക് നൽകിക്കൊണ്ടാണ് ആരംഭിച്ചത്. പിന്നെ ഇതാ ലോകത്തിൻ്റെ വെളിച്ചമായവനെ ത്യജിച്ചുകൊണ്ട് തങ്ങളുടെ സ്വന്തം വെളിച്ചത്തിൽ നടക്കുന്നവർക്കെതിരെ അവനൊരു വലിയ മുന്നറിയിപ്പിൻ്റെ വാക്ക് നൽകുന്നു. ഒരിക്കലൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, അയാൾ എൻ്റെ പരിപാടി കേട്ടു, എന്നാൽ രക്ഷയുടെ കാര്യത്തിൽ അയാൾ എന്നോട് യോജിക്കുന്നില്ല. ഇതേക്കുറിച്ച് അയാൾ ചിന്തിക്കുന്നത് എന്താണെന്ന് അയാൾ പറയുന്നത് ഞാൻ കേൾക്കണമെന്ന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അല്പം ക്രൂരമായിട്ട് സംസാരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. എന്നാൽ താങ്കൾ ചിന്തിക്കുന്നത് എന്ത് എന്ന് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം താങ്കൾ എന്ത് ചിന്തിക്കുന്നു എന്നതും ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്നതും തികച്ചും അർത്ഥശൂന്യമാണ്. ദൈവം എന്ത് പറയുന്നു അതാണ് നാം അറിയേണ്ടത്. നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ നടക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അവിടുന്നാകുന്നു ലോകത്തിൻ്റെ വെളിച്ചം. ലോകത്തിൻ്റെ വെളിച്ചമായ അവനെ നാം തള്ളിക്കളഞ്ഞാൽ പിന്നെ നാം ഇവിടെ നടക്കുന്നത് നമ്മുടെ സ്വന്തം വിളക്കിൻ്റെ അല്ലെങ്കിൽ മെഴുകുതിരിയുടെ ചെറിയ പ്രകാശത്തിലായിരിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് തരുന്നു. നിങ്ങളുടെ ആ സ്വന്തം മെഴുകുതിരി ഉണ്ടല്ലോ, അതിൻ്റെ വെളിച്ചത്തിൽ നടന്നാൽ ഇവിടെ നിങ്ങൾ വ്യസനത്തോടെ കിടക്കും, അതായത് നിങ്ങൾ നിത്യമായി നഷ്ടപ്പെടും എന്ന്. 51-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ മുൻകാല ചരിത്രത്തിൽ നിന്നും ഇസ്രായേലിൻ്റെ ഉത്ഭവം, ഭാവിക്ക് വേണ്ടിയുള്ള ഇസ്രായേലിൻ്റെ ജീവിത വീക്ഷണം, ഇസ്രായേലിൻ്റെ വർത്തമാന അവസ്ഥയുടെ രൂപരേഖ എന്നിവയാണ് ഇതിലെ പ്രധാന വിഷയങ്ങൾ. ഇസ്രായേൽ ജാതിയെ സംബന്ധിച്ച് ദൈവത്തിനൊരു ഭാവി പദ്ധതിയുണ്ട്. ഇത് മനസ്സിലാക്കാതെ ഈ അധ്യായം വായിക്കുവാൻ നമുക്ക് സാധിക്കില്ല. സഭയെക്കുറിച്ചും താങ്കളെക്കുറിച്ചും എന്നെക്കുറിച്ചും ദൈവത്തിനൊരു ഭാവി പദ്ധതിയുള്ളതുപോലെ തന്നെ ഈ 50-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം ഞാൻ ഒരിക്കൽ കൂടി താങ്കളെ ഓർമ്മിപ്പിക്കട്ടെ. അതൊരു മുന്നറിയിപ്പാണല്ലോ. അതൊരു പക്ഷേ താങ്കളെ
സഹസ്രാബ്ദ വാഴ്ച ഇല്ലെന്നുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് നയിച്ചേക്കാം. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇസ്രായേലിനെ എന്നേക്കുമായി ദൈവം മാറ്റി നിർത്തിയിരിക്കുന്നു എന്നും താൻ ഇസ്രായേലിനെക്കുറിച്ച് പറയുമ്പോൾ താൻ അർത്ഥമാക്കുന്നത് സഭയെക്കുറിച്ചാണെന്നും നാം ധരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സുഹൃത്തെ, ദൈവം ഇസ്രായേലിനോട് പറയുമ്പോൾ താൻ അർത്ഥമാക്കുന്നത് ഇസ്രായേലിനെ തന്നെയാണ്, അല്ലാതെ സഭയെക്കുറിച്ചല്ല. ഇസ്രായേലിന് പകരം സഭയാണ് താൻ അർത്ഥമാക്കിയിരുന്നതെങ്കിൽ എവിടെയെങ്കിലും അതോട് ചേർത്ത് താൻ അങ്ങനെയും പറഞ്ഞേനെ. ഞാൻ ഇസ്രായേലെ എന്ന് പറയുമ്പോൾ അത് സഭയെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ദൈവം എങ്ങും പറയുന്നില്ല. താൻ ഇസ്രായേലിനെ തന്നെയാണ് അർത്ഥമാക്കിയത് എന്ന് വളരെ വ്യക്തമായി പറയുന്നു. താൻ അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇത് ചിത്രീകരിക്കാൻ ഞാൻ ഒരു ചെറിയ ഉദാഹരണം മനസ്സിൽ വന്നത് പറയട്ടെ. ഒരു ട്രെയിനിൻ്റെ ഉദാഹരണം ഉപയോഗിക്കട്ടെ. ദൈവം ഒരു പ്രത്യേക പദ്ധതിയുമായി ലോകത്തിൽ ഓടുകയാണ്. അതിലൊന്ന് സങ്കീർത്തനം 2:6 വെളിപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കും. ആ ട്രെയിൻ വരുന്നത് പിന്നീടായിരിക്കും. എന്നാൽ അതിപ്പോൾ പാളത്തിൽ നിന്ന് മാറി സൈഡിൻ്റെ ആ ട്രാക്കിലേക്ക് ഓടുന്നത് ചിന്തിച്ചു നോക്കൂ. പ്രധാന പാളത്തിൽ അവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു. എബ്രായലേഖനം 2:10 അത് സൂചിപ്പിക്കുന്നുണ്ട്. വിശ്വാസികളെയാണ്, അതായത് ക്രിസ്തു വിശ്വാസികളെയാണ് അത് സൂചിപ്പിക്കുന്നത്, അഥവാ സഭയെ. ഈ ട്രെയിൻ യഥാസമയത്ത് സ്റ്റേഷനിൽ എത്തുമ്പോൾ ദൈവം ഇസ്രായേലിനെയും ഭൂമിയിലെ അന്നത്തെ ജാതീയ രാജ്യങ്ങളെയും സംബന്ധിച്ചുള്ള പരിപാടിയെ ദൈവം പ്രധാന പാളത്തിലേക്ക് കൊണ്ടുവരും. അതുവരെ സൈഡ് ട്രാക്കിലാണ്. ആ ട്രെയിനിനെയും ദൈവം യഥാസമയത്ത് കൊണ്ടുവരുവാൻ പോകുന്നു. ദൈവത്തിൻ്റെ ടൈം ബേസ് മറ്റൊന്നുമല്ല, അത് ഇസ്രായേലാകുന്നു. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവത്തിൻ്റെ ടൈം ബേസ് ഇസ്രായേലാകുന്നു. ഉറങ്ങുന്നവരെ ഉണർത്തി നിത്യപ്രഭാതം വേഗം വരാൻ പോകുന്നു എന്നറിയിക്കേണ്ടതിനായി ദൈവം ഈ അധ്യായത്തിൽ അലാറം ഓൺ ചെയ്തു വെച്ചിരിക്കുന്നു. റോമാലേഖനം 13:11-12 നാം വായിക്കുന്നു, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നുണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. ഭൂതകാല ചരിത്രത്തിൽ നിന്നും ഇസ്രായേലിൻ്റെ ആരംഭമാകുന്നു 1-ാം വാക്യത്തിൽ നാം കാണുന്നത്. 51-ാം നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനി ഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. എൻ്റെ വാക്ക് കേൾപ്പീൻ. ദൈവം അലാറം ഓൺ ചെയ്യുന്നു. ടൈം പീസിലെ അലാറം ഓൺ ചെയ്യുന്നു. ദൈവത്തെ അറിയുവാനുള്ള ആഗ്രഹവും നീതിക്കായി വാഞ്ചിക്കുകയും ചെയ്യുന്ന ഇസ്രായേലിലെ ഓരോ നിഷ്കപട ഹൃദയത്തോടും ഉള്ള ഒരു വിളിയാണിത്. ദൈവം പറയുകയാണ്, ഉണരുക, എന്നെ ശ്രദ്ധിക്കൂ, എനിക്കൊരു പദ്ധതിയുണ്ട്. 2-ാം വാക്യത്തിൽ നാം കാണുന്നു, നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ദൈവം പറയുകയാണ്, ആ കൽദയരിൽ നിന്നും വിഗ്രഹാരാധനയിലായിരുന്ന ആ അവസരത്തിൽ ഞാൻ അബ്രഹാമിനെ വിളിച്ചു. അവനിലൂടെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് നോക്കുക. ഇപ്പോൾ ഞാനിതാ നിങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും ചലനമുണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേലിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള വീക്ഷണമാണ് 4-ാം വാക്യത്തിൽ നാം കാണുന്നത്. എൻ്റെ ജനമേ, എൻ്റെ വാക്ക് കേൾപ്പീൻ, എൻ്റെ ജാതിയെ എനിക്ക് ചെവി തരുവിൻ. ഉപദേശമെങ്കിൽ നിന്ന് പുറപ്പെടും, ഞാൻ എൻ്റെ ന്യായത്തെ വംശങ്ങൾക്ക് പ്രകാശമായി സ്ഥാപിക്കും. എൻ്റെ ജനം എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലാകുന്നു. ഇത് അവർക്കുള്ള മഹത്വപൂർണമായ പ്രതീക്ഷയുടെ ഒരു പ്രകടനമാകുന്നു, പദമാകുന്നു. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എൻ്റെ നീതി സമീപമായിരിക്കുന്നു, എൻ്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഭുജങ്ങൾ വംശങ്ങൾക്ക് ന്യായം വിധിക്കും, ദ്വീപുകൾ എനിക്കായി കാത്തിരിക്കുന്നു. എൻ്റെ ഭുജത്തിൽ അവർ ആശ്രയിക്കുന്നു. എൻ്റെ നീതി സമീപമായിരിക്കുന്നു.
നീതി ക്രിസ്തുവാകുന്നു. അവനാണ് നമ്മെ നീതിമാന്മാരാക്കുന്നത്. ദ്വീപുകൾ മനുഷ്യവർഗം അധിവസിക്കുന്ന സകല ഭൂഖണ്ഡങ്ങളും ഉൾപ്പെടുന്നതാണ്. ദൈവം പറയുന്നു, എനിക്കൊരു രക്ഷയുണ്ട്, ഞാനത് അവരിലേക്ക് അയക്കും എന്ന്. എൻ്റെ ഭുജത്തിൽ അവർ ആശ്രയിക്കുന്നു. ദൈവത്തിൻ്റെ ഭുജം യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ നാം കാണാൻ പോകുന്നത് പോലെ ദൈവത്തിൻ്റെ രക്ഷയാകുന്നു. എന്നാൽ ചോദ്യം ഇതാണ്, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടു? ക്രിസ്തുവിങ്കലെ ആ വീണ്ടെടുപ്പിൻ്റെ ഭുജം നഷ്ടപ്പെട്ട ലോകത്തിന് വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ഭുജം ഭാവിയിൽ ഇസ്രായേലിന് വിടുതലായിത്തീരുകയാണ്. വിടുതലിൻ്റെ ദൂത് ദൈവം നൽകിക്കൊണ്ടിരിക്കുകയാണ്. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലയിലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും ഞരക്കവും ഓടിപ്പോകും. സിയോൻ യെരുശലേമിലെ ഭൂമിശാസ്ത്രപരമായ ഒരു സ്ഥാനമാണ്. ഇവിടെ ദൈവം പറയുന്നതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 14-ഉം 15-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. അപ്പോൾ പീഡകൻ്റെ ക്രോധം എവിടെ? ബദ്ധനായിരിക്കുന്നവനെ വേഗത്തിൽ അഴിച്ചുവിടും. അവൻ കുണ്ടറയിൽ മരിക്കയില്ല, അവൻ്റെ ആഹാരത്തിന് മുട്ടുവരികയുമില്ല. തിരകൾ അലറുവാൻ തക്കവണ്ണം സമുദ്രത്തെ കോപിപ്പിക്കുന്നവനായി നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു എൻ്റെ നാമം. ഭൂമിയുടെ അറ്റത്തു നിന്നും അവരുടെ പിതാവായ അബ്രഹാമിനെ ദൈവം കൊണ്ടുവന്നതുപോലെ ഇസ്രായേലിനെ സ്വദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ പ്രവാചകൻ പറയുന്നത്. യിരെമ്യാ പ്രവാചകൻ പറയുന്നത്, യിരെമ്യാ പ്രവചനം 23-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ, ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ സന്തതിയെ വടക്ക് ദേശത്തു നിന്നും ഞാൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും. അവർ തങ്ങളുടെ സ്വന്തം ദേശത്ത് വസിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. മിസ്രൈമിൽ നിന്നുള്ള വിടുതലിനെ ഇനിയും ഇസ്രായേൽ ഓർക്കാതിരിക്കുന്ന ഒരു കാലം വരുന്നതാണ്. കാരണം ഭാവിയിലെ അവരുടെ വിടുതൽ അത്രമാത്രം ഉന്നതമായിരിക്കും എന്നാണ് അർത്ഥമാക്കുന്നത്. പ്രിയ സുഹൃത്തെ, ഇത് വളരെ ആശ്ചര്യകരമാകുന്നു. താങ്കൾക്കതിനെ അങ്ങനെ ഒഴിഞ്ഞു മാറി അവഗണിക്കാനാവില്ല. ദൈവം പറയുന്നു, ഉണരുക, ഇതാണ് ഞാൻ ചെയ്യുവാൻ പോകുന്നത്, ഉണരുക. ഇസ്രായേലിൻ്റെ വർത്തമാനകാല അവസ്ഥയുടെ രൂപരേഖ, ഇസ്രായേലിൻ്റെ വർത്തമാനകാല അവസ്ഥയ്ക്ക് നമ്മോട് ചിലത് പറയുവാനുണ്ട്. ദൈവം ഇപ്പോഴും നമ്മോട് ഉണരുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. 17-ാം വാക്യം നോക്കിക്കാട്ട്, യഹോവയുടെ കയ്യിൽ നിന്ന് അവൻ്റെ ക്രോധത്തിൻ്റെ പാനപാത്രം കുടിച്ചിട്ടുള്ള യെരൂശലേമേ, ഉണരുക, ഉണരുക, എഴുന്നേറ്റ് നിൽക്ക, നീ പരിഭ്രമത്തിൻ്റെ പാനപാത്രപുടം കുടിച്ച് വറ്റിച്ചു കളഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഇന്ന് യെരൂശലേമിലേക്ക് ഒന്ന് നോക്കുക. അത് താറുമാറാക്കപ്പെട്ട, ആകെ കുഴപ്പം പിടിച്ചൊരു പട്ടണമാകുന്നു. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം. നിങ്ങൾ ന്യൂസ് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അത് ദാവീദിൻ്റെ ഇഷ്ടസ്ഥാനമായിരുന്നെങ്കിൽ കൂടിയും അത് ഭൂമിയിലെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സ്ഥാനം ആകുവാൻ പോകുന്നെങ്കിൽ കൂടിയും ഇപ്പോൾ അവിടെ സ്ഥിരതാമസമാക്കുവാൻ ആരും ഇഷ്ടപ്പെടുകയില്ല ഇപ്പോൾ. എന്നാൽ ദൈവം അതിനെ മനോഹരമാക്കുന്നതാണ്. തൻ്റെ ജനത്തെ താൻ അവിടേക്ക് തിരികെ കൊണ്ടുവരുന്നതാണ്. ദൈവം പറയുന്നു, ഉണരുക, ഓ യെരൂശലേമേ, ഞാനിതാ നിന്നെ ഒരു മഹാനഗരമാക്കുവാൻ പോകുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണത്. 22-ാം വാക്യം നോക്കിക്കാട്ടെ. നിന്റെ കർത്താവായ യഹോവയും തൻ്റെ ജനത്തിൻ്റെ വ്യവഹാരം നടത്തുന്ന നിൻ്റെ ദൈവവുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ പരിഭ്രമത്തിൻ്റെ പാനപാത്രം, എൻ്റെ ക്രോധത്തിൻ്റെ പാനപാത്രപുടം തന്നെ നിൻ്റെ കയ്യിൽ നിന്നും എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇനി നീ അത് കുടിക്കുകയില്ല. യഹൂദജനം ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതുമൂലം ദൈവം പരിഭ്രമത്തിൻ്റെ പാനപാത്രം നിർബന്ധമായി അവരുടെ ചുണ്ടുകളോട് അടുപ്പിച്ചിരുന്നു, അവരെ കൊണ്ട് കുടിപ്പിച്ചു. എന്നാൽ താൻ ആ പാനപാത്രം നീക്കിക്കളയുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. ന്യായവിധി നീക്കി ദൈവം അവരെ അനുഗ്രഹിക്കുന്ന ദിവസം വരാൻ പോകുന്നു. ദൈവം ഇസ്രായേൽ ജാതിയോടൊപ്പമാണെന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയുവാൻ കഴിയും? ഈ കാലം അത്രയും ആ ദേശത്തിന്മേലും ആ ജനതയിന്മേലും വന്ന ന്യായവിധിയുടെ വർഷങ്ങൾക്ക് ശേഷവും ദൈവം അവരെ
അനുഗ്രഹിക്കുമെന്ന് വളരെ ഭംഗിയായി ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ദൈവം വിജയം നേടും, അതാണ് താൻ ഇവിടെ നമ്മോട് പറയുന്നത്. ഒടുവിലത്തെ വാക്യം 51 അധ്യായത്തിൻ്റെ 23 വാക്യം. നിന്നെ ക്ലേശിപ്പിക്കുന്നവരുടെ കയ്യിൽ ഞാൻ അത് കൊടുക്കും. അവർ നിന്നോട് കുനിയുക, ഞങ്ങൾ കടന്നു പോകട്ടെ എന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെ കടന്നു പോകുന്നവർക്ക് നീ നിന്റെ മുതുകിനെ നിലം പോലെയും തെരുവീഥി പോലെയും ആക്കി വെക്കേണ്ടി വന്നു. ഇസ്രായേലിൻ്റെ ശത്രുക്കൾ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടില്ല എന്നാണ് ദൈവം പ്രവാചകനിലൂടെ പറയുന്നത്. യഹൂദ വിരോധത്തിൽ മുതിർന്ന ഓരോ രാജ്യങ്ങളും വീണുപോയി. അത് മിസ്രൈം ആയിക്കൊള്ളട്ടെ, പേർഷ്യ ആയിക്കൊള്ളട്ടെ, റോം ആയിക്കൊള്ളട്ടെ, സ്പെയിൻ ആയിക്കൊള്ളട്ടെ, ബെൽജിയമോ ജർമ്മനിയോ, ഇതൊക്കെ അവരുടെ യഹൂദ വിരോധം അവർക്ക് തന്നെ നാശമായി മാറി. ഈ അധ്യായം ഇന്ന് ക്രിസ്തു വിശ്വാസികളെ ജാഗരൂകരാക്കേണ്ടതാണ്. ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു എന്നും അവിടെ ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ നാം അന്ത്യനാളിനോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാകുന്നു എന്നും നാം മറക്കരുത്. ഇന്ന് അവിടെ സംഭവിക്കുന്നത് ബൈബിളിലെ യാതൊരു പ്രവചനത്തിൻ്റെയും പൂർത്തീകരണം അല്ലെങ്കിൽ പോലും നാം അന്ത്യനാളിനോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാകുന്നു. അതാണ് ഞാൻ അർത്ഥമാക്കിയത്. ഇന്ന് അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ബൈബിളിൽ നിന്നും ഉള്ളതാകുന്നു എന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ശരിയല്ല. ദൈവം ഇന്ന് അവരെ തള്ളിക്കളഞ്ഞ അവസ്ഥയിലാണ്. ഇനിയും ക്രിസ്തു മധ്യാകാശത്തിൽ വന്ന് സഭയെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ ജാതിയെ ദൈവം വീണ്ടും പരിഗണിക്കുവാൻ പോകുന്നത്. അതുവരെ സഭയാണ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ മുൻപിൽ നിൽക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് അവരെ വിശേഷിപ്പിക്കുന്നത് ദൈവം ലോകത്തിന് രക്ഷ ഒരുക്കിയതായ മാർഗം മുഖാന്തരമാണ്. ഇന്ന് ലോകത്തിന് രക്ഷ കാണിച്ചു കൊടുക്കുന്നതായ നാം ഓരോരുത്തരും, അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന നാം ഓരോരുത്തരും അതുപോലെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എത്ര നല്ല ഒരു ദൂതാണതല്ലേ? അത് നാം അവകാശപ്പെടുത്തണം. ആ അനുഗ്രഹം നമ്മുടേതാണ്. അത് നാം അവകാശപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതെ, ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഈ ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവനും നമുക്ക് പാഠമാണ്. ആ പാഠം ഉൾക്കൊണ്ടതിന് ശേഷവും ഇസ്രായേലിനെ പോലെ മറുതലിച്ചും അനുസരണക്കേട് കാണിച്ചും ജീവിച്ചാൽ വരാൻ പോകുന്നത് എന്തെന്ന് കൃത്യമായി ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതാണ് ഈ പഠനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അതെ, ദൈവം ഒരിക്കലും കൈവിടുന്നവനല്ല. എന്നാൽ ദൈവത്തോട് മറുതലിച്ചാൽ അതിൻ്റേതായ ശിക്ഷണം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. അത് പലപ്പോഴും വളരെ വേദനാജനകമായിരിക്കും എന്ന കാര്യം മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് സ്വയപരിശോധന ചെയ്യാം. നല്ല ഉദാഹരണങ്ങൾ ദൈവം തൻ്റെ വചനത്തിലൂടെ തന്നു. അതുപോലെ തന്നെ നല്ല വാഗ്ദത്തങ്ങൾ, ഇസ്രായേലിനുള്ള വാഗ്ദത്വവും നമുക്കുള്ള വാഗ്ദത്വവും ദൈവം തൻ്റെ വചനങ്ങളിലൂടെ തന്നു. എന്നാൽ അത് ഗൗരവപൂർവ്വം അനുസരിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നതോർത്ത് സ്തോത്രം. കർത്താവേ, നിൻ്റെ വചനം എത്ര കൃത്യമാണ്, എത്ര വ്യക്തമാണ്. അത് ഞങ്ങൾക്ക് തന്നിട്ടുള്ളതോർത്ത് സ്തോത്രം. ഇന്ന് ഈ വചനം കേൾക്കുവാൻ, അത് പഠിക്കുവാനൊക്കെ തന്ന അവസരത്തിനായി സ്തോത്രം. ഞങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നതായ മുന്നറിയിപ്പുകളെ ഞങ്ങൾ വളരെ ഗൗരവത്തോടെ കാണുവാനും കർത്താവെ, നീ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ ക്രമീകരിക്കാനും സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വ്യക്തികളായി, കുടുംബങ്ങളായി, ദേശമായി നീ ഞങ്ങളെ നിൻ്റെ കൃപയിൽ നിലനിർത്തണമേ. നിന്നെ അനുസരിപ്പാൻ തക്കവണ്ണമുള്ള ഒരു മനസ്സ് തരണമേ. തുടർന്നും നിൻ്റെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം തൻ്റെ ജനത്തെ വീണ്ടെടുക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുക മാത്രമല്ല, തൻ്റെ ജനത്തെ പീഡിപ്പിക്കുന്നവർക്ക് പകരം നൽകുകയും ചെയ്യുന്ന ദൈവമാകുന്നു എന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ മഹത്വപ്രത്യക്ഷത പീഡിതർക്ക് ആശ്വാസത്തിൻ്റെ ദിനവും പീഡകന്മാർക്ക് പ്രതികാരത്തിൻ്റെ ദിവസവുമായിരിക്കുമെന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രേ വേണ്ടതെന്ന്
അപ്പോസ്തലനായ പത്രോസും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ നാളിൽ സന്തോഷിച്ച് ഉല്ലസിക്കുവാൻ നമുക്കേവർക്കും ഇടവരുമാറാകട്ടെ.